ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് വെക്കും സ്വാഗതം. പ്ലസ് 2 അറബിക്കിൻ്റെ ക്രാഷ് കോഴ്സിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് വെക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏകദേശം 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നിങ്ങൾക്കറിയാം, 2 ക്വസ്റ്റ്യനുകളാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് അറബിയായിട്ടും ട്രാൻസ്ലേറ്റും ഇംഗ്ലീഷായിട്ടും ചോദിക്കുന്നത്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ടാണ് ഈ ഒരു സ്ലൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അഥവാ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതിനെ നമ്മൾ ഏറ്റവും മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ത്രൂ ഔട്ട് വീഡിയോ ഞാൻ പറഞ്ഞു തരുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മിസ്സാക്കരുത്. വീഡിയോ മൊത്തമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ നിങ്ങൾക്ക് പല മുഖ്യധാര വിഷയങ്ങൾ, മെയിൻ സബ്ജക്റ്റുകൾക്ക് ഒരുപാട് സമയം കൊടുക്കേണ്ടതായിട്ടുണ്ടാകും. അറബിക്കിനൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ലാംഗ്വേജിനൊക്കെ നിങ്ങൾക്ക് ഒരു ദിവസം തന്നെ കിട്ടിയ ആ ഒരൊറ്റ ദിവസം മതിയെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ വേണ്ടിയിട്ട് കഴിയും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെലൈക്കൺ ക്ലിക്ക് ചെയ്തേക്കുക. ഇനി ഒന്നിനും പറ്റില്ലെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോയുടെ കണ്ടൻറ്റ് ട്രാൻസ്ലേഷനാണ്. പറഞ്ഞ പോലെ തന്നെ 10 മാർക്കാണ്. ഓക്കെ, അതിൽ നമുക്ക് നോക്കാം. നമ്മൾ മോഡൽ എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. സോ മോഡൽ എക്സാമിനെ നമ്മൾ കണക്കിലെടുത്തുകൊണ്ടാണ്, മോഡൽ എക്സാമിനെയും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനൊക്കെയും കണക്കിലെടുത്തുകൊണ്ടാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. സോ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എങ്കിലും 100% ഗ്യാരണ്ടീഡ് അല്ല, കാരണം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ല, നമ്മൾ പ്രവചിക്കുകയാണ്. സോ ഒരു 90% ഈ പ്രാവശ്യം വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. 90% വരാൻ ചാൻസ് ഉള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വളരെ സിമ്പിളായുള്ള ക്വസ്റ്റ്യൻ, പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ദിസ് ഈസ് അലി, ഹീസ് മൈ ഫ്രണ്ട്. അലി ഹാസ് 2 brothers and a sister. His father is a doctor and his mother is a teacher. They serve the people in the society. വളരെ സിമ്പിളാണ്. അറബിയിലാക്കാനായിരിക്കാം ചോദിക്കാം. നമുക്ക് നോക്കാം. അറബിക്ക് ഹാദ അലിയുൻ, ഇത് അലിയാണ്. ഹുവ സദീഖി, അവൻ എൻ്റെ സുഹൃത്താണ്. അലി അലിയുനുണ്ട്. അഖ്ദാൻ അല്ലെങ്കിൽ ഷഖീഖാൻ. അഖ്ദാനും ഷഖീഖാനും ഒരേ അർത്ഥമാണ്, 2 സഹോദരങ്ങൾ. വഖത്ത്, ഒരു സഹോദരിയുണ്ട്. വാലിദുഹു, അവൻ്റെ പിതാവ് ത്വബീബുൻ, ഡോക്ടറാണ്. വാലിദതുഹു, അവൻ്റെ ഉമ്മ മുഅല്ലിമത്തുൻ, ടീച്ചറാണ്. ഹുമ, അവർ 2 പേരും യഖ്ദിമാനി, അവരെ സെർവ് ചെയ്യുന്നു. അന്നാസ ഫിൽ മുജ്തമഇ, സമൂഹത്തിലെ ജനങ്ങളെ അവർ സെർവ് ചെയ്യുന്നു. സെർവ് ചെയ്യുന്നുള്ളതിൻ്റെ മലയാളം എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, പ്രശ്നമില്ല, ഞങ്ങൾ ഇംഗ്ലീഷാണല്ലോ എഴുതുന്നത്, കുഴപ്പമില്ല. സെർവ് ചെയ്യുക, സേവനം ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കുറച്ച് ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ബട്ട് ഇത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ വിരളമായിട്ടാണെങ്കിലും ചോദിച്ചിട്ടുണ്ട്. നമ്മളൊരു ടഫസ്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എടുത്തിട്ടേ ഉള്ളൂ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ നോക്കുമ്പോൾ 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പ്രാവശ്യമായിട്ട് ഒരുപാട് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടില്ല, പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ സാധ്യതകൾ കൂടുതലുമാണ്. അപ്പം Agra Fort is one of the richest historical monuments in India. It's situated in the west bank of River Yamuna. The greatest Mughal Emperor Akbar started his work in 1565. When he was only 23 years old, the Amar Singh Gate is the main entrance to this fort. എത്തപ്പോൾ ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് ആയിരിക്കും വരാം. നമുക്ക് അറബിക്ക് നോക്കാം. ഓക്കെ, ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് ചോദിക്കാനാണ് കൂടുതൽ ചാൻസ്. തഉദ്ദു, സ്ഥിതി ചെയ്യുന്നു. ഖൽഅത ആഗ്ര ഫോർട്ട്, കോട്ട. വാഹിദത്തൻ, അത് കുറേയുള്ളതിലൊന്നാണ്. മിൻ അയ്ന റിച്ചസ്റ്റ് അൽ മആലിമ താരിഖിയ്യ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ ചരിത്രപ്രധാനമായിട്ടുള്ള ലാൻഡ്മാർക്ക് അല്ലെങ്കിൽ മൊണുമെൻറ്റ്സ് അല്ലെങ്കിൽ ലാൻഡ്മാർക്കുകളിൽ വളരെ റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, ഒരു സംഭവമാണ് ഈ ആഗ്ര ഫോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആണ് അതിനർത്ഥം. തഖഉ, അത് സ്ഥിതി ചെയ്യുന്നു. അല ളിഫത്തി, ബാങ്ക് അല്ലെങ്കിൽ സൈഡ്. അൽ അറബിയ ലിനഹരി യമുന, യമുന നദിയുടെ വെസ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിൽ അത് സ്ഥിതി ചെയ്യുന്നു. ബദാ, ഇത് ആരംഭിച്ചു. അൽ ഇംബ്രാത്തൂർ, എംബറർ, രാജാവ്. അൽ മൗലിയ, മുകൾ. അൽ ആളം, അതിൽ കേമനായിട്ടുള്ള ഒരാൾ. അക്ബർ എന്ന ഗ്രേറ്റ് അക്ബർ. ഓക്കെ, അമാലഹ, അതിൻ്റെ പണികൾ. ഫിയാം, വർഷത്തിൽ 1565. ഓക്കെ, അൽഫുംബ ഖംസുമിയ ഹംസുംബ തിസ്ഊൻ. ഓക്കെ, അങ്ങനെയാണ് പറയുക. കുറേയായി അക്കങ്ങൾ നോക്കിയിട്ട് ഒന്ന് പറഞ്ഞു നോക്കിയെന്നേ ഉള്ളൂ. സോ 1565, നമുക്ക് ഇതല്ലേ വേണ്ടോ. 1565 ആണ് ഇതിൻ്റെ പരിപാടി മുഗൾ എംപററായിട്ടുള്ള അക്ബർ
സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇന്ദമാക്കാന ആ സമയത്ത് അയാൾക്ക് അല്ലെങ്കിൽ രാജാവിന് യബുലു മിനൽ ഉംരി 23 ആമ ഫക്കത്ത് 23 വയസ്സേ ഉള്ളൂ കേട്ടോ. ഹി വാസ് ഓൺലി 23 years old. 23 വയസ്സുള്ള രാജാവാണ് ഇതിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തത്. ബവ്വാബത്ത് അമർ സിംഗ്, ബവ്വാബത്ത് ബാബും ജമ്മു ബവ്വാബത്തട്ടോ, സോറി ബാബു ജമ്മു അബുവാബ് ബവ്വാബത്ത് അമർ സിംഗ്, ബവ്വാബത്ത് ഡോറാണ്, അമർ സിംഗ് ഗേറ്റ്, ഹിയാൽ മദഖൽ അതാണ് എൻട്രൻസ്, റൈസിയ പ്രധാന, ലിഹദിൽ ഖൽ ഈ ഒരു കോട്ടയിലേക്കുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഗേറ്റാണ് ഈ അമർ സിംഗ് ഗേറ്റ്, ബവ്വാബത്ത് അമർ സിംഗ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ സമാനമായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. My family is so happy. I have 2 brothers and a sister. My father is a farmer and mother is a housewife. I am studying well. I love my family. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഇതിനെ അറബിക്കിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ ചാൻസ്. ആയിലത്തി സഈദതൻ ജിദ്ദ, എൻ്റെ കുടുംബം വളരെ സന്തുഷ്ടമാണ്. ലദയ്യ ഷഖീഖാനി, നേരത്തെ ഹഖാനി എന്നായിരുന്നു ഉണ്ടായത്, ഇപ്പോൾ ഷഖീഖാനി എന്നായി. ലദയ്യ ഷഖീഖാനി, എനിക്ക് 2 സഹോദരങ്ങളുണ്ട്. വഖ്തും വായിദ, ഒരു സഹോദരിയുമുണ്ട്. വാലിദി, എൻ്റെ ഉപ്പ. മുസാരി, കർഷകനാണ്. വ ഉമ്മി, എൻ്റെ ഉമ്മ. റബ്ബത്തു മൻസിൽ, ഹൗസ് വൈഫാണ്. അദ്റുസു ജയ്ദൻ, ഞാൻ നന്നായിട്ട് പഠിക്കുന്നു. ഉഹിബ്ബു അഇലതി, ഞാൻ എൻ്റെ കുടുംബത്തെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. ഓക്കെ, ഇത്രയാണുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ. ഓക്കെ, സാലി ഹി സ്റ്റഡി ഇൻ ഹയർ സെക്കൻഡറി സ്കൂൾ, ഹാസ് 2 brothers and a sister, ഹിസ് ഫാദർ ഈസ് എ ഡോക്ടർ ആൻഡ് മദർ ഈസ് എ ഹൗസ് വൈഫ്, ഹി ലവ്സ് ഹിസ് ഫാമിലി വെരി മച്ച്. അപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന 3 ക്വസ്റ്റ്യനുകൾ ഒരേപോലെ വരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ കാര്യമായിട്ട് പഠിച്ചു അല്ലെങ്കിൽ പുതുതായിട്ടൊന്ന് പഠിച്ചു എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. നമ്മൾ ആകെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് 3 ക്വസ്റ്റ്യനാണ്. ഓക്കെ, സാലി സ്റ്റഡിങ് ഇൻ ഹയർ സെക്കൻഡറി സ്കൂൾ. ഓക്കെ, നമുക്ക് നോക്കാം, അതിൻ്റെ അറബിക്കും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. സാലിഹുൻ യദ്റുസ് ഫിൽ മദ്രസത്തി സാനവിയത്തുൽ ആലിയ, ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സാലിഹ് പഠിക്കുന്നത്. ഓക്കെ, ലദൈഹി, അവനുണ്ട്. ഷഖീഖാനി, 2 സഹോദരങ്ങളുണ്ട്. വഖ്ത്, ഒരു സഹോദരിയുണ്ട്. വാലിദുഹു, അവൻ്റെ പിതാവ്. തൊളീബുൻ, ഡോക്ടറാണ്. വാലിദത്തുഹു, അവൻ്റെ ഉമ്മ. റബ്ബത്തു മൻസിൽ, ഹൗസ് വൈഫാണ്. യുഹിബ്ബു അയിലതഹു കസീറ, അവൻ എൻ്റെ കുടുംബത്തെ നന്നായിട്ട് കുറേ സ്നേഹിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. തർജിമ ഇലൽ ലുഗത്തിൽ ഇൻജിലീസ്, ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ. കേരള വിലായത്തുൻ ജമീലത്തുൻ ബിതുബിയത്തി അർറായിയ യസ്കുനു ഫി കേരള അഹ്ലു അദ്യാനി മുഖ്തലിഫത്തിൻ മിസ്ലൽ മുസ്ലിമീന വൽ ഹനാദിക വൻ നസ്വാറ തഖു കേരള ഫി സാഹിലിൽ ബഅരി അൽ അറബിയ ഫി കേരള അൻഹാറും വജിബാലും വആബാത്തുൻ കസീറ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് തന്നെയാണ്. പല പ്രാവശ്യങ്ങളായിട്ട് പല പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്തായിട്ട് അടുപ്പിച്ചിട്ട് ഈ ഒരു 4 വർഷത്തിനുള്ളിൽ അടുപ്പിച്ചിട്ട് റിപ്പീറ്റഡായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. സോ എൻ്റെ പ്രവചനം ഈ ഒരു ക്വസ്റ്റ്യൻ ഈ പ്രാവശ്യം വരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ്. കാരണം വേറൊരു കാരണം കൂടെ ഉണ്ട്. അപ്പോൾ വേറെ വീഡിയോകൾ വരാനാണ്, അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇതിൻ്റെ അർത്ഥം കൂടി നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് വളരെ കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. Kerala is a beautiful state with its pleasant nature. People of different religions live in Kerala, such as Muslims, Hindus and Christians. On the coast of the Arabian Sea, Kerala has many rivers, mountains and forests. കേരളമാണ് വിലായത്തുൻ ജമീലത്തുൻ, നല്ല ഭംഗിയുള്ള നാടാണ്. ബിതബിയത്തി അർറായിയ, അതിൻ്റെ റാഹത്ത്, ആശ്വാസം നൽകുന്ന അതിൻ്റെ പ്രകൃതി ഭംഗിയാൽ. യസ്കുനു, താമസിക്കുന്നു. ഫി കേരള, കേരളത്തിൽ. അഹ്ലു അദ്യാൻ, ഒരുപാട് മതങ്ങളിലുള്ള ആളുകൾ. മുഖത്തലിഫത്ത, വ്യത്യസ്തങ്ങളായിട്ടുള്ള. മിസ്ലൽ മുസ്ലിമീന, മുസ്ലിങ്ങളുണ്ട് അതിൽ. വല്ല ഹനാദിക്ക്, ഹിന്ദുക്കളുണ്ട്. വന്നസ്വാറ, ക്രിസ്ത്യൻസും ഉണ്ട്. തഖഉ, സ്ഥിതി ചെയ്യുന്നു. കേരളം. ഫി സാഹിലിൽ ബഹരിൽ അറബിയ, അറേബ്യൻ സീയുടെ തീരത്ത്. സാഹിൽ, തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഫി കേരള, കേരളത്തിലുണ്ട്. നെഹാറുൻ, പുഴകളുണ്ട്, അരുവികളുണ്ട്. 44 എണ്ണയിലുള്ള. ഓക്കെ, വജിബാലുൻ, ഒരുപാട് പർവ്വതങ്ങളുണ്ട്. വെസ്റ്റേൺ ഗട്ട്സൊക്കെ ഉണ്ടല്ലോ. വആബാത്തുൻ കസീറ, ഒരുപാട് കാടുകളുണ്ട്. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇതന്നെ റിപ്പീറ്റഡായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ ഉള്ളത് അടുത്ത ക്വസ്റ്റ്യനാണ്. സാലൽ മുഅല്ലിമു ദാരിസിന ഖബല നിഹായത്തിൽ ഹിസ്സ മാദാ തഫഅലൂന ബഅദ അൽ ഇലാ ബുയൂതിക്കും ഖാല അനസ് أخلع أزي المدرسية ثم أغسل يدي ووجهي وأتناول العداء مع أسرتي وبعد ذلك أحضر دروسي وأقوم ബിവാജിബാത്തി അൽ മൻസിലിയ. ഇത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ കഴിയില്ല. നേരത്തെ കണ്ട സ്ലൈഡില്ല, അതിലും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ഇതാണ്. കാരണം മറ്റേത് റിപ്പീറ്റഡാണ്. ഇത് പഠിച്ചു വെക്കാം, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വെക്കാം. ഇത് ഇംഗ്ലീഷിലേക്ക് ചോദിക്കാനാണ് കൂടുതൽ ചാൻസ്. ഓക്കെ,
The teacher asked the students before the end of the class, what do you do after returning to your homes? Anas said, I take off my school uniform, then wash my hands and face, eat lunch with my family, and after that I attend my lessons and do my homework. Simple. Sa'ala al-muallimu, അധ്യാപകൻ ചോദിച്ചു അല്ലെങ്കിൽ പറഞ്ഞു അദ്ദാരിസീന വിദ്യാർത്ഥികളോട് ഖബല മുമ്പ് നിഹായത്തിൽ ഹിഫ ക്ലാസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഹിഫത്ത് സഫ് എന്നൊക്കെ പറയട്ടെ നിഹായത്ത് അവസാന വേളയിൽ ഓക്കെ നിഹായത്ത് വേള അവസാന വേളയിൽ ഓക്കെ മാതാ തഫലൂന നിങ്ങൾ എന്താണ് ചെയ്യുക ബഅദൽ ഔദ നിങ്ങളുടെ മടക്കം നിങ്ങൾ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഇലാ ബുയൂത്തിക്കും നിങ്ങളുടെ വീട്ടിലേക്ക് ഖാല അപ്പോൾ പറഞ്ഞു അനസ് പറഞ്ഞു കേട്ടോ അഖല അസ്ദിയ ഞാൻ എന്ത് ചെയ്യും വസ്ത്രം ഞാൻ മാറ്റും അൽ മദ്രസിയ എൻ്റെ സ്കൂൾ വസ്ത്രം യൂണിഫോം മാറ്റും സുമ അഫിലു ഞാൻ കഴുകും യദയ്യ എൻ്റെ എൻ്റെ ഇരു കൈകളും ഞാൻ കഴുകും ഓ ചെഹി എൻ്റെ മുഖം തനാവലും ഞാൻ കഴിക്കും അല്ലാതെ ലഞ്ച് ഭക്ഷണം മാവുസറത്തി എൻ്റെ കുടുംബത്തോടൊപ്പം വബാദ താലിക്ക് അതിനുശേഷം ഓഹ്ലിറു ഞാൻ എടുക്കും ദുറൂസി എൻ്റെ പാഠഭാഗങ്ങൾ ഞാൻ അറ്റൻഡ് ചെയ്യും വഖൂമു ഞാൻ എന്ത് ചെയ്യും ബിവാജിബത്തിൽ മനസ്സിലായ ഹോംവർക്കുകളും ചെയ്യും ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത മറ്റൊരു ക്വസ്റ്റ്യനാണ്. കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, പക്ഷേ ഇതും ചോദിക്കാം, പക്ഷെ പകുതിയാക്കിയിട്ടൊക്കെ ചോദിക്കാം. ഇത് ഇതുവരെ ചോദിച്ചതായിട്ട് ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ, ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് വിട്ടളയാൻ പറ്റില്ല, ടഫാണെങ്കിലും വിട്ടളയാൻ പറ്റില്ല. ടഫാണ്, പക്ഷേ ഇത് ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലേക്കാണ് കൂടുതൽ ചാൻസ് കേട്ടോ. അപ്പം നോക്കാം. ഐ ഹാവ് എ ഫ്രണ്ട് നെയ്മഡ് ജോർജ് ഹു ഹാസ് നെവർ സ്റ്റഡീഡ് അറബിക് ബട്ട് നൗ ഹി വാണ്ട്സ് ടു ഗോ ടു ഗൾഫ്. Gulf. Where she works as a nurse in the Central Government Hospital in Kuwait. So he said to me, my dear friend, I am so sorry. I have never studied Arabic yet. I want to visit Kuwait. Can you help me learn Arabic? Can I study it in a short time? It isn't an easy or difficult language. I told him, my dear, do not be afraid. It's the easiest of language. I will help you. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് അലി സുദീഖൻ, എനിക്ക് ഒരു സുഹൃത്തുണ്ട്, ഇസ്മുഹു ജോർജ്, അവൻ്റെ പേര് ജോർജ് എന്നാണ്. വഹുവ അവൻ ലം യദ്റുസു, അവൻ പഠിച്ചിട്ടേ ഇല്ല, അൽ അറബിയത ഖത്ത്, ഇതുവരെയും അവൻ അറബി പഠിച്ചിട്ടില്ല. ലാക്കിന്ന പക്ഷേ അൽ ആൻ ഇന്ന് യുരീദു അവൻ ഉദ്ദേശിക്കുന്നു അൻ യദൂറ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉമ്മുഹു അവൻ്റെ ഉമ്മയെ ഫിൽ ഖലീജ് ഗൾഫിലുള്ള ഹൈസു ആണ് താമലു മുമരിള്ള, അത് നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. ഫിൽ മുസ്തഷ്ഫ ഹോസ്പിറ്റൽ അൽ മർക്കസിയ സെൻട്രൽ ഹുക്കുമിയ ഗവൺമെൻറ് സെൻട്രൽ ഹോസ്പിറ്റലിൽ ഫി ദൗലത്ത് കുവൈത്ത് എന്ന രാജ്യത്ത്. ലിത അതുകൊണ്ട് കാലലി അവൻ എന്നോട് പറഞ്ഞു, യാ സ്രീഖി അലദീത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, അന ആസിഫ് ചിത, ഐ എം വെരി സോറി. ഓക്കേ, ഐ എം വെരി സോറി എന്നാ കേട്ടോ. ജിദ്ദൻ എന്ന് പറയുമ്പോൾ വിരിയാവും. ലം അദ്രുസു ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. അൽ അറബിക്ക് ഹത്തൽ ആൻ ഇന്നേ വരെ. ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു സിയാറത്തൽ കുവൈത്ത് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൽ തുസായിദുനി എന്നെ നീ സഹായിക്കില്ലേ? അല്ല താലിമുൽ ലുഗത്തിൽ അറബിക്ക് ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട്. ഹൽ ആണോ, സത്യോ, കഴിയുമോ? അദ്രസ അതിനെ പഠിക്കാൻ ഫി വഖ്തിൻ ഖസീർ, ഒരു ചെറിയ സമയം കൊണ്ട്. ഹൽ ഇയ ആണോ, ലുഅത്തുൻ സഹല ഈസി ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ആണോ? അം സാബ അത് കടുപ്പുള്ളതാണോ? ഖുൽതു ലഹു അവനോട് ഞാൻ പറഞ്ഞു, യാ ഹബീബി എൻ്റെ സുഹൃത്തെ, ലാ തഖഫ് ഇനി പേടിക്കണ്ട, ഇന്നഹ നിശ്ചയം അത് ഐഫറുൽ ലുആത്ത് ഈസിയസ്റ്റ് ഓഫ് ദ ലാംഗ്വേജ് ആണ്, എളുപ്പമുള്ളൊരു ഭാഷയാണ്. എന്നാൽ സഹായിതൊക്കെ ഞാൻ നിന്നെ സഹായിച്ചോളാം. അപ്പം ഇത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പല ക്വസ്റ്റ്യനുകളും ഈ പ്രാവശ്യം ചോദിച്ചത് കൊണ്ട് തന്നെ തള്ളിക്കളയാൻ വേണ്ടി കഴിയാത്ത ഒരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചുകൂടി കടുപ്പുള്ളതാണ്. അപ്പോൾ +2 എക്സാം +1നേക്കാളും കുറച്ചുകൂടി കടുപ്പുള്ളതായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ എക്സാം കുറച്ച് ടഫായിട്ടൊക്കെ തന്നെയാണ് തോന്നാറുള്ളത്. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ, ഒരുപാട് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ അറബിക്കിൽ. മാത്രമല്ല 5ാമത്തെ ചാപ്റ്ററിൽ നിന്നൊന്നും ഇതുവരെ ക്വസ്റ്റ്യൻസ് കാര്യമായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ വന്നിട്ട് പോലുമില്ല. അതിൽ നിന്നൊക്കെ പുതിയ ക്വസ്റ്റ്യനുകൾ പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇൻ അവർ ക്ലാസ് റൂം ദർ ആർ 50 സ്റ്റുഡൻസ്, 50ഓളം കുട്ടികളുണ്ട് നമ്മളുടെ ക്ലാസ്സിൽ.
മോസ്റ്റ് ഓഫ് ദം ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോബീസ്. അവർക്ക് പല ഹിവായത്തുകൾ ഹോബീസുകളുണ്ട്. സം സ്റ്റുഡൻസ് ചിലർ കളക്ട് സ്റ്റാമ്പ്സ് ഓഫ് വേരിയസ് നാഷൻസ്. സം ഓതേഴ്സ് ഹാവ് എ ഗുഡ് കളക്ഷൻ ഓഫ് കറൻസീസ് ഓഫ് ഡിഫറെൻറ്റ് നാഷൻസ്. ദ ഹോബീസ് ഹാവ് ദം ലേൺ എ ലോട്ട് അബൌട്ട് ദീസ് നാഷൻസ്. സിമ്പിളായിട്ട് നോക്കാം. ഇതും ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷാണ് കൂടുതൽ ചാൻസ്. ഓക്കെ. ഫീ ഫസ്ലിന അല്ലെങ്കിൽ ഫീ സഫിന 50 ത്വാലിബ 50 വിദ്യാർത്ഥികളാണുള്ളത്. അക്സറഹും അവരിൽ ഭൂരിഭാഗവും ലദേഹിം അവർക്കുണ്ട് ഹവായതും മുഖത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹോബികൾ. ഓക്കെ. ബാലുത്തുല്ലാബ് അതിൽ കുറച്ച് പേർ യജ്മാവുന അവർ കളക്ട് ചെയ്യുന്നു ത്വാബി ദുവലിൽ മുഖത്തലിഫ വ്യത്യസ്തങ്ങളായ നാഷൻ ദൗലത്ത് ദുവൽ. ഓക്കെ. വ്യത്യസ്തങ്ങളായിട്ടുള്ള നാഷനുകളുടെ ത്വാബി സ്റ്റാമ്പുകൾ കളക്ട് ചെയ്യുന്ന ആളുകൾ ത്വാബി. ഓക്കെ. വബാലും അവരിൽ ചിലർ അല്ലെങ്കിൽ അവരിൽ കുറേ പേര് ആഖർ കുറച്ച് പേര് ബാക്കിയുള്ള കുറച്ച് പേര് ലദൈഹിം അവരുടെ കലുണ്ട് മജ്മുഅത്തിൻ കളക്ഷൻ ജയ്യിദതൻ പുതിയത് മിൻ ഉമലാത്തി ദൗലിൽ മുഖ്തലിഫ. ഓക്കെ. വബാലും ആഖർ ലദൈഹിം മജ്മുഅത്തിൻ ജയ്യിദതൻ മിൻ ഉമലാത്തി ദൗലിൽ മുഖ്തലിഫ. ഓക്കെ. അവരുടെ കയ്യിൽ കറൻസികളാണുള്ളത്. ഉമലാത്ത് ദുവൽ പല മുഖ്തലിഫ് വ്യത്യസ്തങ്ങളായിട്ടുള്ള കൺട്രികളുടെ കറൻസികൾ ഉമലാത്ത് കറൻസിയാണ് കേട്ടോ. തുസായിദുഹും അതവരെ സഹായിക്കുന്നു. ഹിവായാത്തുഹും അവരുടെ ഹോബികൾ അവരെ സഹായിക്കുന്നു. ഫി തഅല്ലും കസീറ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ മിനൽ മഅലൂമാതി അൻ തിൽക ദുവലി ആ രാജ്യങ്ങളെ കൊണ്ടുള്ള പുതിയ ചരിത്രങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അവരുടെ ഈ ഒരു ഹിവായത്തുകളിലൂടെ ഹോബികളിലൂടെ ആ രാജ്യത്തിനെക്കുറിച്ച് ആ രാജ്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊരു പുതിയ ക്വസ്റ്റ്യനാണ്, പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. വീണ്ടും പഠിക്കാനുണ്ട് കേട്ടോ. 5-8 ക്വസ്റ്റ്യനായിപ്പോൾ പഠിക്കാനുണ്ട്. യൗമൻ ഒരു ദിവസം അർസല വാലിദു സെയ്ദ് സെയ്ദിൻ്റെ പിതാവ് അയച്ചു അഹാഉ അവൻ്റെ സഹോദരനെ ഇലസോക്ക് അങ്ങാടിയിലേക്ക് ഖായിലൻ പറഞ്ഞുകൊണ്ട് ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നു ബാലൽ ഹലറവാത്ത് കുറച്ച് പച്ചക്കറികൾ ഞങ്ങൾക്ക് വേണം മിനസൂക്കി അങ്ങാടിയിൽ നിന്ന് വാത്ത ഉ മെഅത്ത റൂബിയ വാത്താവു അവന് നൽകി മെഅത്ത റൂബിയ 100 രൂപ കൊടുത്തു. ഖറജൽ അഹു അവൻ്റെ സഹോദരൻ പോയി പുറപ്പെട്ടു. ഇല മൗഖിഫ് ലഹാഫില ബസ് സ്റ്റോപ്പിലേക്ക് പോയി. ഓക്കെ. മൗഖിഫ് വഖഫ് ഇപ്പോൾ ഒരുപാട് വിവാദങ്ങളിൽ പെട്ടതല്ലേ വഖഫ്. ഓക്കെ. വഖഫ് എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നുള്ളതാണ്. ഇൻ തളറ വെയിറ്റ് ചെയ്തു അല്ല ഹാഫിലത്ത ബസ്സിന് വേണ്ടിയിട്ട് ഖലീലൻ കുറച്ച് ഫജാ സ്വദീഖു അപ്പോൾ ആര് വന്നു അവൻ്റെ സുഹൃത്ത് വന്നു രാജൻ വന്നു. ഫി സയ്യാറ കാറിൽ വന്നു. വഹു ഐലൻ അവനും യറൂഹു പോവുകയായിരുന്നു ഇലൽ മദീന പട്ടണത്തിലേക്ക്. ഫർക്കിബ അപ്പോൾ അവനതിൽ കയറി. അഹൂ സെയ്ദിൻ്റെ സഹോദരൻ അതിൽ കയറി. ഫി സയ്യാറത്തി കാറിൽ. വറജ അവൻ മടങ്ങി. ബാദ ഷിറായി ഷിറാ കച്ചവടം അല്ലെങ്കിൽ എന്താ പറയുക വാങ്ങിയതിന് ശേഷം ബാദ് ഇസ്തിറാ അല്ല ബൈദ ഷിറാ സാധനം വാങ്ങിച്ചതിന് ശേഷം അല്ല ഹദറവാത്ത് നിന്ന് വാങ്ങിച്ച പച്ചക്കറികൾ ഇല്ലെങ്കിൽ ബൈത്ത് വീട്ടിലേക്ക്. അപ്പോൾ അങ്ങനെ അവൻ വന്നു എന്നാണ്. അതിൻ്റെ ഇംഗ്ലീഷ് കൂടെ നമുക്ക് നോക്കാം. One day Zaid's father sent his brothers to the market saying, I want some vegetables from the market. He gave him 100 rupees. The brother went to the bus stop and waited for the bus for a while. Then his friend Rajan came in a car. He also goes to the city. Zaid's brother got into the car and they returned home after buying the vegetables. ഇത്രയാണുള്ളത്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇതായിരുന്നു ഞാൻ സെലക്ട് ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. അതിപ്പോൾ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ എന്തായാലും ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് നോക്കാം. അറബിക് ഈസ് വൺ ഓഫ് ദ വേൾഡ് ലാംഗ്വേജസ്. ഇറ്റ് ഈസ് ദ മദർ ടങ് ഓഫ് ദ മോർ ദാൻ 300 million people in the world. The United Nations Organization celebrates 18th December as the International Day of Arabic Language. اللغة العربية إحدى لغات العالم. في اللغات الأم أكثر من 300 مليون شخص في العالم. تحتفل منظمة الأمم المتحدة بيوم اللغة العربية الدولية في 18 من شهر ديسمبر.
അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അതിൽ കുറച്ച് എക്സ്ട്രാ അഡീഷൻസ് ഇവിടെ കാണാം. ദി സിംപ്ലസ്റ്റ് ആൻഡ് ഈസിയർ ലാംഗ്വേജ് ടു ലേൺ. ദിസ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ഹോളി ഖുർആൻ. ദർ ആർ മെനി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദോസ് ഹു ലേൺ അറബിക്. ഇതും വരാനുള്ള സാധ്യതയില്ല. ഓക്കെ, എന്നാലും നമുക്ക് നോക്കാം. ലുഗത്തുൽ അറബിയ ഇഹ്ദാ ലുഗത്തുൽ ആലം ഹിയ ലുഗത്തുൽ ഉമ്മി അക്സർ ബിൻ 300 مليون شخص في العالم وهي إحدى اللغات الرسمية في منظمة الأمم المتحدة. يوجد في العالم كثير من التسهيلات والمنح لتعلم اللغة العربية وهي لغة بسيطة وسهلة في التعلم. هذه هي لغة القرآن الكريم. يوجد كثيرا من فرص العمل لمن تعلم اللغة العربية. കൂടുതൽ ഏറ്റവും കടുപ്പമുള്ള ഒരു സംഭവമാണിത്. ഉമ്മുൽ മുത്തഹിദ. ഒരുപാട് അറബിക് വേർഡുകൾ നിങ്ങൾ പഠിക്കേണ്ടി വരുന്നു. നിങ്ങൾ രക്ഷപ്പെട്ടു. മോഡൽ എക്സാമിന് വന്നിട്ടുണ്ട്. സോ ഈ പ്രാവശ്യം ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനിൽ ഒന്നായിരുന്നു. പക്ഷേ ഇതും പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. സോ സാധ്യത വളരെ കുറവാണ്. എന്നാലും ജസ്റ്റ് നോക്കിയേക്കാം. ജവഹർലാൽ നെഹ്റു വാസ് ബോൺ ഓൺ November 14, 1889 at Allahabad. His birthday is celebrated as Children's Day. It's National Festival of India. Special programs and competitions are organized in schools in connection with the day. നോക്കാം. ولد جواهرلال نهرو في 14 نوفمبر 1889 في اللهباد. يحتفل بيوم ميلاده كيوم الطفل وهو عيد وطني في الهند. تنظم برامج ومسابقات خاصة في المدارس بمناسبة هذا اليوم. അതേ ക്വസ്റ്റ്യൻ തന്നെ. ഓക്കെ, വീണ്ടും നോക്കാം. കേരള വിലായത്ത് മുബാറകത്തും ബിതബിയത്തെ അൽ ജമീല. ഈ ക്വസ്റ്റ്യൻ നേരത്തെ നമ്മൾ കണ്ടിരുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, സാധ്യത കുറവാണ് എന്ന് പറയാം. ഇതിൽ അർത്ഥം ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനേക്കാളും കുറച്ചും കൂടി ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കണം. കേരള ഈസ് എ ബ്ലെസ്ഡ് സ്റ്റേറ്റ് വിത്ത് ദിസ് ബ്യൂട്ടിഫുൾ നാച്ചർ. കേരള വിലായത്ത് മുബാറകത്തും ബിതബിയത്തെ അൽ ജമീല. കേരള ഭംഗിയുള്ള പ്രകൃതിയാൽ അനുഗ്രഹിക്കപ്പെട്ട മുബാറകത്ത്, അനുഗ്രഹിക്കപ്പെട്ട ഒരു നാടാണ്. ഫി ഷർഖിയ, അതിൻ്റെ ഈസ്റ്റ് സൈഡിലുണ്ട്. ഇസ് എ വെസ്റ്റേൺ മൗണ്ടെയ്ൻസ്. ഓക്കെ, ജിബാലുൽ അറബിയ, വെസ്റ്റേൺ ഗഡ്സുകളുണ്ട്. ഫി അറബിയ. ഇനി അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് വെസ്റ്റിലുണ്ട് അൽ ബഹ്റുൽ അറബിയ, അറേബ്യൻ സീ ഉണ്ട്. ഫി കേരള, കേരളത്തിലുണ്ട്. അക്സറും മിൻ 40 നെഹ്റ, 40-ൽ കൂടുതൽ നദികളുണ്ട്. 44 അല്ലേ. കേരളത്തിലുണ്ട്. വിലായത്തുൻ, നാടുകളുണ്ട്. ഫായിക്കത്തുൻ എന്ന് പറഞ്ഞാൽ ഫി മഹാലി സിഹായ. കേരള വിലായത്തും ഫായിക്കത്തും ഫി മഹാലി സിഹായ ഫിയാഹ, അത് ലീഡിങ്. ഓക്കെ, ഫാഹിക്കത്ത്. ഫായിസ് എന്ന് പറഞ്ഞാൽ വിജയാണ്. ഇപ്പോൾ ഫായിക്കത്ത്. ഓക്കെ, ഇതിലൊന്നതല്ല. ഫായിക്കത്തും ഫി മഹാലി സിയാഹത്ത് എന്ന ടൂറിസ്റ്റ്. ഓക്കെ, വൺ ഓഫ് ദ കണ്ണിങ് ടൂറിസ്റ്റ് സ്പോട്സ്. ഓക്കെ, അങ്ങനെയാണ് വരുന്നത്. കസീറും മിന സുയാഹിൻ, ഒരുപാട് ടൂറിസ്റ്റുകൾ. യസൂറു കേരള യൗമി ഫയൗമൻ, ദിനംതോറും കേരളം വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. വീണ്ടും ജവഹർലാൽ നെഹ്റുവിൻ്റെ ക്വസ്റ്റ്യനാണ്. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ,